Hi friends, welcome back to RirisKitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. ചിക്കൻ 65 ബിരിയാണിയാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം ചിക്കൻ 65ൻ്റെ മസാല, ഒരു സ്പെഷ്യൽ മസാല കൂട്ടൊക്കെയാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചിക്കൻ 65 ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറൊക്കെ കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്, മസാലയെല്ലാം നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഒരു മണിക്കൂർ എങ്കിലും ഇരുന്നാൽ നല്ലതായിരിക്കും. നമുക്കിത് ഒരല്പം നേരം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഗ്രാമ്പു, പട്ട, ഏലക്ക, ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് 1.5 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തതാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഞാനത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം എണ്ണ, 1 ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ 1.5 കപ്പ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കവർ ചെയ്യാം. ഇതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ സമയം നമുക്കിനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും.
ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്ത് എടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതേ എണ്ണ തന്നെയാണ് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഞാൻ വെറുതെ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. അതേ പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ബാക്കിയുണ്ടായിരുന്നു, അത് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, ഒരു ബേ ലീഫ് ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഇത് സാജീരകമാണ്, സാദാ ജീരകമല്ല, സാജീരം ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് വഴന്ന് വരണം. സവാളയെല്ലാം നല്ലോണം ഒന്ന് വഴന്ന് തട്ടണം. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണിത്, അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. സവാളയിൽ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം തക്കാളി ഒന്ന് നല്ലോണം വഴന്നു വരട്ടെ. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയും ഒരു പിടി മല്ലിയിലയും പുതിനയിലയുമാണ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സാജീരകമൊക്കെ ചേർത്തതിൻ്റെ ഒരു സ്മെല്ല് വേറെ. പുതിനയില ബിരിയാണിയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതിന്. നല്ല മണമായിരിക്കും. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. മല്ലിയിലയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ഒരല്പം ചിക്കൻ മാറ്റി വയ്ക്കുന്നുണ്ട്, മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ബിരിയാണിയുടെ റൈസിൻ്റെ മുകളിലേക്ക് വേറെ ലെയറിൽ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചിക്കനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. കുറച്ച് ചിക്കൻ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഞാൻ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്ക് മസാലയെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പായി ഇനിയിപ്പോൾ നമുക്ക് റൈസൊക്കെ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇടാനേ ഉള്ളൂ. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ബിരിയാണിയുടെ മസാല ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇതിപ്പോൾ ഞാനിങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെച്ചേക്കാണ്. നമ്മുടെ റൈസ് ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്ത് നമുക്ക് തുറന്ന് നോക്കാം. റൈസെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. നല്ല പോലെ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയുടെ മുകളിലേക്ക് ഒരല്പം റൈസ് ഇട്ട് കൊടുക്കാം.
സ്റ്റവ് ഓഫ് തന്നെയാണ്, ഓൺ ആക്കിയിട്ടില്ല. നമുക്ക് ഓരോ ലെയറായിട്ട് ഇടുന്ന രീതിയിൽ ഇപ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മസാലയെല്ലാം ഒരു ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ചിക്കൻ ബിരിയാണിയിൽ നിന്നും ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ 65 ബിരിയാണിയാണുള്ളത്. ഇവിടെ നമ്മൾ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ഒരല്പം സവാള ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കിസ്മിസും കാഷ്യൂസും റേസിൻസും ഒന്നും വറുത്തിട്ടില്ല, ഞാൻ ഇവിടെ സവാള മാത്രം വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം സവാള വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് റൈസിൻ്റെ വേറെ ലെയർ ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ വേറെ ലെയർ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾ, ഒരല്പം പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരല്പം നേരം, ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരല്പം നേരം മതി, ഒരു 2 മിനിറ്റ്, ചെറിയ തീയിൽ 2 മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം. ഒരുപാടൊന്നും ചൂടാവേണ്ട, ജസ്റ്റ് ഒന്നൊരു ആവി ഒന്ന് എല്ലായിടത്തൊന്നും വരുന്നു, അത്രയും മതി. ഇനി നമുക്ക് കുക്കായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ബിരിയാണിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.